സോ നമ്മൾ നോക്കാൻ പോകുന്ന റെസിമൈസേഷൻ മിക്സ്ചറിന്റെ സെപ്പറേഷൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 10 മാർക്കിനൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്, റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. സോ എന്താണ് റെസിമൈ മിക്സ്ചർ നമുക്ക് ഓൾറെഡി അറിയാം, ലിക്യുമോള മിക്സ്ചർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ബേസിക്കലി നമ്മൾ സെപ്പറേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ദ ഫസ്റ്റ് വൺ ഈസ് മെക്കാനിക്കൽ സെപ്പറേഷൻ ആണ്. സോ ഇത് പാസ്റ്റേഴ്സിന്റെ പൈനിയറിംഗ് മെത്തേഡ്, പാസ്റ്റേഴ്സ് കണ്ടുപിടിച്ച ഫസ്റ്റ് മെത്തേഡ് ആണ്. സോ അതായത് പുള്ളിക്കാരൻ സോഡിയം അമോണിയം ടാർട്ടർ ക്രിസ്റ്റൽ ഇല്ലേ, അതിന്റെ റെസിമിക് മിക്സ്ചറിന്റെ ഡിഫറെന്റ് ഷേപ്സ് ആയിട്ട് 27 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഫോർസെപ്സ് വെച്ചിട്ട് മാനുവലി സെപ്പറേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഡിഫറെന്റ് ഷേപ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് വെച്ചിട്ട് നമുക്ക് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ സെപ്പറേറ്റ് ചെയ്ത ക്രിസ്റ്റൽസിന്റെ ലൈക് മിറർ ഇമേജസ് ഉണ്ടായിരുന്നു ഓഫ് ഈച്ച് അതർ കൺഫർമേഷൻ പ്രസൻസ് ഓഫ് ഇനാൻഷ്യോമേഴ്സ്. അതായത് ഈ മിറർ ഇമേജ് ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ഇനാൻഷ്യോമേഴ്സ് ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്തു. ഓൾറെഡി നമുക്കറിയാം എന്താണ് മിറർ ഇമേജ് നമുക്കറിയാം. സോ ബേസിക്കലി പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഇത് ഒരു ഫോർസെപ്സ് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു മാനുവൽ മെത്തേഡിൽ ചെയ്തു. ലിമിറ്റേഷൻ ഉണ്ട്, ടൈം കൺസ്യൂമിംഗ് ആണ്. എല്ലാ കോമ്പൗണ്ട് നമുക്ക് ക്രിസ്റ്റൽ ആക്കിയിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചർ ക്രിസ്റ്റലാക്കി നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡു ദ മെക്കാനിക്കൽ സെപ്പറേഷൻ, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ദ പൈനറിംഗ് മെത്തേഡ്. ഓക്കെ, സോ മെക്കാനിക്കൽ സപ്പോർട്ട് ആയിരുന്നു. ആൻഡ് വൺ ഈസ് ബയോകെമിക്കൽ മെത്തേഡ് ആണ്, ഹാർനസിങ് നാച്ചുറൽ സെലക്ടിവിറ്റി ആണ്. സോ ബേസിക്കലി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, മൈക്രോ ഓർഗാനിസം വെച്ച് നമ്മൾ ചെയ്യുന്ന രീതിയാണ്. സോ മൈക്രോ ഓർഗാനിസം സ്പെസിഫിക് ആയിട്ടുള്ളതിനെ മാത്രം റിമൂവ് ചെയ്യുന്നു. ഇപ്പൊ എക്സാമ്പിൾ പെൻസിലിയം ഗാലക്കം ആണ് പറഞ്ഞത്, സെലക്റ്റീവ്ലി ഡിസ്ട്രോയ് ചെയ്യും. സോ ഐസോമേഴ്സ് ഓഫ് റെസിമിക് അമോണിയം ടാർട്ടറേറ്റ് ആണ് ആൻഡ് ലീവിംഗ് നെഗറ്റീവ് ഐസോമേഴ്സ് ഇൻ ദ സൊല്യൂഷൻ. സോ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ടല്ലോ. സോ നെഗറ്റീവിനെ ലീവ് ചെയ്തിട്ട് പോസിറ്റീവിനെ മാത്രം ഡിസ്ട്രോയ് ചെയ്യുന്നു. സോ ബയോളജിക്കൽ പ്രോസസ് ആയതുകൊണ്ട് ഫ്രണ്ട്ലി അപ്രോച്ച് തന്നെയാണ്. പക്ഷെ ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് സ്യൂട്ടബിൾ മൈക്രോ ഓർഗാനിസം ഈ റെസിമിക് മിക്സ്ചറിന് എപ്പോഴും ചലഞ്ചിങ് ആണ്. എല്ലാ റെസിമിക് മിക്സ്ചറിലും ഒരേപോലത്തെ മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ് ആണ്. നമ്മൾ സാമ്പിൾസ് ക്രൊമാറ്റോഗ്രാഫിക് സിസ്റ്റത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയും അങ്ങനെ ക്രൊമാറ്റോഗ്രാഫി നമുക്ക് സ്റ്റേഷനറി ഫേസ്, കണ്ടിന്യൂസ് ഫേസ് ഒക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് അത് ഫേസുകൾ മാറ്റുകയും അങ്ങനെ ഫേസ് വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയും അങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡാണ് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി സെപ്പറേറ്റ് ബൈ ഡയസ്റ്റോമ ഫോർമേഷൻ ആണ്. സോ കൺവേർഷൻ ടു ഡയസ്റ്റോമസ്. ഈ റെസിമിക് മിക്സ്ചറിലുള്ള അല്ലെങ്കിൽ റെസിമിക് മിക്സ്ചർ ഒരു പ്യുവർ ഇനാൻഷ്യോമോർ ഓഫ് അനദർ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് സമ്മതിക്കും. അതായത് നമ്മുടെ കയ്യിൽ റെസിമിക് മിക്സ്ചർ ഉണ്ട്, അതിന്റെ കൂടെ പ്യുവർ ഫോം ഓഫ് അനദർ ഇനാൻഷ്യോമോർ ഓഫ് അനദർ കോമ്പൗണ്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുകയും അതിനെ കൺവേർട്ട് ചെയ്ത് ലൈക്ക് ഒരു ഡയസ്റ്റോമർ ആയിട്ട് മാറ്റുന്നു. സോ ഡയസ്റ്റോമർ ഇനാൻഷ്യോമോർ പോലെ അല്ല, ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഡിഫറെന്റ് ആണ്, ബോയിലിംഗ് പോയിന്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു ഉപയോഗം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഡയസ്റ്റോമർ ഫോർമേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എളുപ്പമല്ലേ? സോ ഡയസ്റ്റോമർ ഫോർമേഷൻ, ക്രൊമാറ്റോഗ്രാഫി, ബയോളജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ബയോകെമിക്കൽ മെത്തേഡ് ആൻഡ് മെക്കാനിക്കൽ സെപ്പറേഷൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ബിക്കോസ് 10 മാർക്കിന് ഇത് ചോദിച്ചിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതാണ് സെപ്പറേറ്റ് ഒരു ക്ലാസ്സിന് തന്നത്. സോ നെക്സ്റ്റ് ആണ്. താങ്ക് യു.